അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഇനി വീണ്ടും നീറ്റ് എക്സാം നടത്തിയാൽ പഴയതുപോലെ പെർഫോം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതിനാൽ ഞാൻ പോകുന്നു, എന്നോട് ക്ഷമിക്കണം. ചെറുപ്പത്തിലെ ഡോക്ടറാവുന്ന സ്വപ്നങ്ങളുമായി വളർന്നൊരു 18കാരൻ ഇങ്ങനെ എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. വേറെ എവിടെയുമല്ല, ഇന്ത്യയിലാണ്. 2026 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്നുണ്ടായ പരീക്ഷാ റദ്ദാക്കലും സൃഷ്ടിച്ച കടുത്ത അനിശ്ചിതത്വത്തിൽ നമ്മുടെ രാജ്യത്തുടനീളം 14 വിദ്യാർത്ഥികളാണ് ജീവനൊടുക്കിയത്. മറ്റ് മാനസിക സമ്മർദ്ദങ്ങൾക്കൊപ്പം ഈ തട്ടിപ്പ് കൂടി ട്രിഗറായ കേസുകൾ എടുത്താൽ മരിച്ച കുട്ടികളുടെ എണ്ണം 50-ലേറെ വരുമെന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ പരീക്ഷാ സമ്മർദ്ദവും അതിലെ ക്രമക്കേടുകളും കാരണം ഇന്ത്യയിലുടനീളം 93 വിദ്യാർത്ഥികൾ മരിച്ചു. തമിഴ്നാട്, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ നടന്നത്. കേരളത്തിലുമുണ്ടായി. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം നിമിഷ നേരം കൊണ്ട് റദ്ദാക്കപ്പെടുന്നതിലെ നിരാശയും വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്നതിലെ ഭയവും രക്ഷിതാക്കളുടെ ഭാരവും ഒക്കെ അവരെ ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് തള്ളിവിടുകയാണ്. പ്രമുഖ കോച്ചിംഗ് ഹബായ രാജസ്ഥാനിലെ കോട്ടയിൽ മാത്രം 5 വർഷത്തിനിടയിൽ 40 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പട്നയും സിക്കാറും തൊട്ടു പിന്നിലുണ്ട്. കേരളത്തിൽ ഈ ദുരന്തത്തിന്റെ നിഴൽ വീണു. കാസർഗോഡ് സ്വദേശി ഒരു 19കാരൻ ജീവനൊടുക്കി. നീറ്റ് പരീക്ഷയിലെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. എന്താണ് ഡൽഹിയെ ഇങ്ങനെ കലാപ സമാനമാക്കിയ നീറ്റ് പരീക്ഷ? എന്താണ് ആ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്? ഇതെങ്ങനെയാണ് പുറത്തു വന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ പൂർണ്ണമായും ഏകീകരിച്ച് ഒരു രാജ്യം ഒറ്റ പരീക്ഷ എന്ന ലക്ഷ്യത്തോടെയാണ് 2016 നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കിയത്. ഇതിനായി കേന്ദ്ര ക്യാബിനറ്റ് 2017 നവംബറിൽ അനുമതി നൽകുകയും 2018 മുതൽ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA പ്രവർത്തിച്ചു തുടങ്ങി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ CBSE അടക്കമുള്ള ബോർഡുകളുടെ പരീക്ഷാ നടത്തിപ്പ് ഭാരം കുറയ്ക്കാനും അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കാനുമാണ് NTA കൊണ്ടുവന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ചെയർപേഴ്സണായും IAS ഉദ്യോഗസ്ഥൻ ഡയറക്ടർ ജനറലായും പ്രവർത്തിക്കുന്ന IIT, IIM പ്രതിനിധികളടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് NTA നിയന്ത്രിക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ, മെഡിക്കൽ പ്രവേശന പരീക്ഷ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള CUET, UGC, നെറ്റ് പരീക്ഷ തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷകളെല്ലാം നടത്തുന്നത് NTA ആണ്. എന്നാൽ കേവലം 194 സ്ഥിരം ജീവനക്കാരെ മാത്രം വെച്ച് ലക്ഷക്കണക്കിന് കുട്ടികളുടെ പരീക്ഷകൾ കരാർ തൊഴിലാളികളെ കൊണ്ട് നടത്തുന്ന വലിയൊരു സംവിധാനമാണ് NTA എന്ന് അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല. സിസ്റ്റത്തിന്റെ തകരാറുകളും വീഴ്ചകളും ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നുണ്ട്. 2024 ജാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഉത്തരസൂചികൾ തയ്യാറാക്കി നൽകി ലക്ഷങ്ങൾ തട്ടിയ തട്ടിപ്പ് CBI പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ 2026 ഈ അനാസ്ഥ കൊടുമുടിയിലെത്തി. ഇത്തവണ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നല്ല, മറിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് തന്നെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് CBI കണ്ടെത്തുന്നുണ്ട്. NTA കരാർ നൽകിയിരുന്ന പ്രൊഫസർമാർ വഴിയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വിപണിയിലെത്തിയത്. കെമിസ്ട്രി പ്രൊഫസറായ ലാത്തൂർ സ്വദേശി PV കുൽക്കർണിയായിരുന്നു ഈ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. 10 ലക്ഷം മുതൽ 20,000 രൂപ വരെ വാങ്ങിയാണ് ചോദ്യങ്ങൾ വിറ്റത്. ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പൂൾ സംവിധാനം ഉപയോഗിക്കാതെ ആകെ 3 അധ്യാപകരിൽ നിന്ന് മാത്രം ചോദ്യപേപ്പർ വാങ്ങിയ NTAയുടെ അനാസ്ഥ പകൽ പോലെ വ്യക്തമായി. ചോർച്ചയെ തുടർന്ന് മെയ് 12-ന് നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുകയും ജൂൺ 21-ന് രാജ്യവ്യാപകമായി പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. അതേസമയം CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലും സമാനമായ ദുരന്തം സംഭവിച്ചു. വേഗത്തിൽ ഫലം പ്രഖ്യാപിക്കാൻ കൊണ്ടുവന്ന ഡിജിറ്റൽ സ്കാനിംഗ് അധിഷ്ഠിത ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം പൂർണ്ണമായും പാളി. സ്കാനിങ്ങിലെ വ്യക്തതയില്ലായ്മയും പേജുകൾ നഷ്ടപ്പെട്ടതും കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല. തുടർന്ന് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഉത്തരക്കടലാസിന്റെ കോപ്പിക്കായി അപേക്ഷിച്ചത്. പ്രധാന മാധ്യമങ്ങൾ പോലും മിണ്ടാതിരുന്ന ഈ വലിയ അഴിമതിയും ക്രമക്കേടും വെളിച്ചത്ത് കൊണ്ടുവന്നത് 3 ധീരരായ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ തന്നെയാണ്. വേദാന്ത ശ്രീവാസ്തവ എന്ന 12ാം ക്ലാസ്സുകാരൻ തന്റെ ഡിജിറ്റൽ ഉത്തരക്കടലാസിലെ അപാകതകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് രാജ്യവ്യാപകമായ രോഷത്തിന് തിരികൊളുത്തി. റാഞ്ചിയിൽ നിന്നുള്ള സാർത്ഥക് സിദ്ധാന്ത് എന്ന 17കാരൻ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ച് പരീക്ഷാ തട്ടിപ്പുകളിൽ പേര് കേട്ട കോംറ്റ് എഡ്യൂടെക് എന്ന കമ്പനിക്ക് കരാർ നൽകാനായി CBSE ടെൻഡർ ചട്ടങ്ങൾ അട്ടിമറിച്ചത് വെളിപ്പെടുത്തി. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ പോയി സാർത്ഥക് തന്റെ കണ്ടെത്തലുകൾ പ്രസന്റ് ചെയ്ത് CBSEക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നിസർഗ് അധികാരി എന്ന 19കാരനായ എത്തിക്കൽ ഹാക്കർ CBSEയുടെ പോർട്ടൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹാക്ക് ചെയ്ത് മാസ്റ്റർ പാസ്വേഡ്
തകർത്ത് സുരക്ഷാ വീഴ്ച തുറന്നുകാട്ടി. പിന്നീട് IIT കാൺപൂർ ഇയാളെ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിയമിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരത്തിലുള്ള വൻ തട്ടിപ്പുകൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ സംസാരിക്കുന്ന യുവാക്കളെ മുൻപ് ഭരണാധികാരികളും മാധ്യമങ്ങളുമൊക്കെ പാറ്റകൾ അഥവാ കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ച് അധിക്ഷേപിച്ചു. എന്നാൽ തങ്ങളെ അധിക്ഷേപിച്ച അതേ വാക്കിനെ അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമാക്കിക്കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ജന്മമെടുത്തു. ഇന്ന് മോദി സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന വലിയൊരു മൂവ്മെന്റായി അങ്ങനെ അവർ ഡൽഹിയിലേക്ക് മാറി. സോനം വാങ്ചുക്കിനെ പോലുള്ള ആളുകൾ ഐക്യദാർഢ്യവുമായി അവിടേക്ക് എത്തുന്നു. നിരവധി ആളുകൾ CJPയുടെ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, പരീക്ഷാ അട്ടിമറികളിൽപ്പെട്ട് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി CBSE സംവിധാനങ്ങളിൽ സുതാര്യമായ പരിഷ്കരണങ്ങൾ, പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കൽ എന്നിങ്ങനെയാണ് ഇവരുടെ ആവശ്യങ്ങൾ. പാറ്റകളെ ഉണ്ടാക്കിയ നീറ്റിന്റെ കഥ കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ, ജെൻസി നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന്. ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ നിരവധി വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും 25 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകൾ നടന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം വിദ്യാർത്ഥികളെ തന്നെ തിരിഞ്ഞു കൊത്തുമ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങുന്ന ആളുകളെ, വിദ്യാർത്ഥികളെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം യുവജനങ്ങളുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റ്. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണ് സമരങ്ങൾ നടക്കുന്നത്. എന്തായാലും സമരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.